ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റും ഏഷ്യയിലെ ഏറ്റവും വലിയ ഗോൾഫ് ക്ലബ്ബ് ഉള്ളത് നമ്മുടെ ഇവിടുത്തെ കശ്മീരിലെ ഗുൽമർഗിലാണ്. നമ്മുടെ ഗുൽമർഗിൻ്റെ ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണണം. സ്നോ ആക്ടിവിറ്റീസ്, സ്നോ ബൈക്കിങ്, അതേപോലെ ഗണ്ടോല റൈഡ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഒന്നാം പാർട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഗണ്ടോല റൈഡ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോവാണ്. നല്ല സ്നോഫോളും റെയിനെല്ലാം ഉണ്ട്, നല്ല തണുപ്പുണ്ട്. ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റും ഏഷ്യയിലെ ഏറ്റവും വലിയ ഗോൾഫ് ക്ലബ്ബ് ഉള്ളത് നമ്മുടെ ഇവിടുത്തെ കശ്മീരിലെ ഗുൽമർഗിലാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അഭിമാനിക്കാവുന്നൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ പിന്നെ ഈ വിൻ്റർ സ്നോ വീഴുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയണ്ട, കാര്യമായിട്ട് ഫുള്ള് പച്ചപ്പൊന്നും കാണാൻ പറ്റില്ല. The Indian government created one event, the Khelo India. Khelo India. It's mean? स्पोर्ट्स काउंसलिंग एंड उसमें जो था काफी सारे एक्टिविटीज जो आपने किए हैं उन सब की रेस होती थी. ATV बाइक्स रेस, स्नो बाइक रेस, स्लेज रेस एंड स्नोबोर्डिंग रेस, आइस स्केटिंग रेस, everything the winter sports. They will create the huge event here in India. The main guest was Indian celebrities. Arbaz Khan, Vidya Balan, and her husband, and maybe the director of tourism. He's also here, and many more VIPs are there at that time. ലാസ്റ്റ് ഇയർ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ നടന്നിട്ടുണ്ട്. ഖേലോ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റേസിംഗ് സംഭവങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെന്റ് നടന്നിട്ടുണ്ട്. ഇതിപ്പം നിലവിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അങ്ങ് ഉള്ളിലോട്ട് പോകാൻ പറ്റില്ല. ജസ്റ്റ് പുറമേ നിന്നിട്ട് നമുക്ക് കാഴ്ചകൾ കാണാം. അപ്പൊ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമുക്ക് രണ്ടാമത്തെ ലൊക്കേഷനിലേക്ക് പോവാം. നമ്മളങ്ങനെ ഇവിടുത്തെ ഗുൽമർഗിലെ രണ്ടാമത്തെ നമ്മുടെ ലൊക്കേഷനായ മഹാരാജ പാലസിലേക്ക് എത്തി. അങ്ങനെ നമ്മൾ മഹാരാജ പാലസിന്റെ ഉള്ളിൽ കയറി. ദിസ് വൺ മഹാരാജ പാലസ്. Yes ma'am, this is a model. He's a Maharaja Hari Singh and his wife Maharani Tara Devi. മഹാരാജ ഹരി സിംഗ്. ഇതാണ് മഹാരാജ ഹരി സിംഗ്. നമ്മുടെ ഇന്ത്യയിലെ ജമ്മു കശ്മീരിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു ഇദ്ദേഹം. 1895 സെപ്റ്റംബർ 23 ജമ്മുവിലെ അമൽ മഹർ കൊട്ടാരത്തിൽ രാജ അമർ സിംഗ് ജംഗ്വാളിന്റെ ഏക മകനായി ജനനം. ഇദ്ദേഹത്തിന്റെ പഠനത്തിന് ശേഷം 1925 അമ്മാവൻ പ്രതാപൻ സിംഗിന്റെ മരണത്തെ തുടർന്ന് ഹരിസിംഗ് ജമ്മു കശ്മീരിലെ രാജാവായി മാറി. ഇദ്ദേഹം ഭരണത്തിലേറിയതിനെ തുടർന്ന് സംസ്ഥാനത്ത് പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കുകയും ബാലവിവാഹം നിരോധിക്കുന്ന നിയമങ്ങൾ അവതരിപ്പിക്കുകയും താഴ്ന്ന ജാതിക്കാർക്കായിട്ട് ആരാധനാലയങ്ങൾ തുറക്കുകയും ചെയ്തു. 1947 ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ശേഷം ഭൂമിശാസ്ത്രപരമായോ നിയമപരമായോ ജമ്മു കശ്മീരിന് ഇന്ത്യയോടോ പാകിസ്ഥാനോടോ ചേരാമായിരുന്നു. അന്നത്തെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റന്റെ നിർബന്ധത്തിന് ഉപരിയായി സ്വന്തം രാജ്യത്തിന്റെ ഭാവിയെപ്പറ്റി രാജാവ് ചിന്താഗ്രസ്തനായിരുന്നു. പക്ഷേ 1947 ഒക്ടോബറിൽ നടന്ന പാകിസ്ഥാന്റെ അധിനിവേശത്തോടെ രാജാവ് ഇന്ത്യയിലേക്ക് ചേരുവാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. 1947 ഒക്ടോബർ 26 ഹരിസിംഗ് ഇന്ത്യയുമായി ലയന ഉടമ്പടി ഒപ്പുവെച്ചു. ഗോത്രവർഗാക്രമണത്തിന് പിന്നാലെയായിരുന്നു ഇത്തരമൊരു തീരുമാനം രാജാവ് കൈക്കൊള്ളുന്നത്. ഈ തീരുമാനത്തിന് പിന്നാലെ രാജാവും അദ്ദേഹത്തിന്റെ രാജസദസ്സും ജമ്മുവിലേക്ക് മാറി.
ഈ മുകളിലുള്ള റൂഫൊക്കെ വാൾനട്ട് ട്രീൻ്റെയാണ് ഇവർ പാനലിംഗ് എന്ന് പറയുന്നത്. എന്താ അല്ലേ സെറ്റപ്പ്. ഇത് ഇരിക്കാനുള്ള സെറ്റപ്പാണ് കേട്ടോ ഇവിടെയുള്ള. നമ്മൾ ശരിക്കും കട്ടിൽ പോലെയൊക്കെ തോന്നും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ. ആ ഹോളിൽ നിന്ന് നമ്മൾ കയറി പിന്നെ വരുന്നത് ഇതേപോലത്തെ റൂമിലാണ്. ഫസ്റ്റ് റൂം മഹാരാജാസ് പേഴ്സണൽ ബെഡ്റൂം. അവിടെ എല്ലാം ഉണ്ടല്ലോ ചൂടുപിടിപ്പിക്കുന്ന സംഭവങ്ങള്. Before 1947, the Kashmir was a separate country. Yeah. Under the Maharaja Singh, and there is a Prime Minister Sheikh Abdullah, Kashmir's first Prime Minister. After that, India and Pakistan were divided. So that time, the Maharaja was Hindu and population was Muslims. So lots of people create problems here. Some Pakistani also create a problem, and also Indian peoples create a problems here. So we are suffering from last maybe 100 years ago. Yeah. Sitting area. Kartaka all are similar design alle. ഒരു രക്ഷയില്ലാട്ടാ. അയ്യോ ഇതിൻ്റെ അകത്ത് നോക്കുമ്പോൾ ഡൈനിങ് ഏരിയ അല്ലേ. ഇത് തേർഡ് ബെഡ്റൂം. ഇവിടെയും സെയിം തന്നെയാണ്. ജസ്റ്റ് ഇവിടെ തേർഡ് ബെഡ്റൂം എന്ന് എഴുതിയിട്ടുണ്ട്. നോർമൽ കട്ടിലും ഉണ്ട്. എല്ലാം വുഡനാണ് സംഭവങ്ങൾ. ഇതൊക്കെ നോക്കട്ടെ, പണ്ടത്തെ കാലത്ത് ആ ഒരു ഡിസൈനാണ് ഈ കാണുന്നത് കംപ്ലീറ്റ്. ഇവിടെ ചെറിയൊരു റൂമുണ്ട് ഇരിക്കാനും മറ്റുള്ള ഇതിനൊക്കെ ഉള്ളത്. ഈസ കണക്കൊന്നും ഇപ്പം വെച്ചാണോ എന്തോ അറിയില്ല. നമ്മളങ്ങനെ ഈ റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നടന്നു പോവാ. ആർമറി റൂം. പണ്ട് കാലത്ത് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പടച്ചട്ടകളും ഇവരുടെ സംഭവങ്ങളൊക്കെ ആയിട്ട്. ഇതൊക്കെ ഹെൽമെറ്റ് അല്ലേ ഇത്? ഹെൽമെറ്റ് ഒക്കെ ഇട്ടല്ലേ. ഇത് കയ്യിൽ വെക്കുന്ന സാധനല്ലേ ആം ഗാർഡ്, ചെസ്റ്റ് ഗാർഡ്. കൊള്ള പണ്ട് കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ നോക്കിയിട്ടല്ലേ. അതേപോലെ തന്നെ അതിൻ്റെ ഇപ്പുറത്തുണ്ട് ഇവിടെ ഒരുപാട് കത്തികൾ, മറ്റേ തോക്കുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. തോക്കല്ലേ ഇത്? ഇതൊക്കെ തോക്കുകളാട്ടോ എവിടെയുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കത്തികളുടെ ഒരു കളക്ഷൻ തന്നെ കേട്ടോ. ഇത്ര കാലങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ച സാധനങ്ങളല്ലേ ഇവരിതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇതുണ്ടോ പടവാള്, മറ്റേ സംഭവങ്ങളൊക്കെ. പണ്ട് കാലത്ത് ഉപയോഗിച്ച ക്ലോക്കുകളൊക്കെ നോക്കിയിട്ട് കോട്ട്സിൻ്റെത്. കോട്ട്സൊക്കെ പണ്ട് തൊട്ടേ ഉള്ള സംഭവങ്ങളല്ലേ. നിലത്തൊക്കെ ഇതിൻ്റെത് ജസ്റ്റ് കല്ല് വെച്ചിട്ടിരിക്കട്ടെ. അത് നിലത്തൊന്നും ഒന്നുമില്ല ഇതിൻ്റെ ഒന്നും. One temple is here, Maharani temple, the Shiv temple. शिव टेम्पल, या वो बनाया था महाराजा हरि सिंह की बीवी ने महारानी तारा देवी में 1927 में. वो तब से है तो दैट मींस ये भी तभी से है. जा सकते हैं उधर? हाँ वहाँ जाएंगे सर. നമ്മുടെ ഇന്ത്യൻസ് ഇത്രക്ക് റിച്ച് അല്ലേ. जय जय शिव शंकर वहीं पे शूट हुआ. എന്തല്ലേ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഐ കാൺട്ട് ബിലീവ് വി ആർ ഇന്ത്യൻ സോ റിച്ച്. ബട്ട് താജ്മഹൽ, കുത്തബ് മിനാർ, we are Indians so rich. From which years? നമ്മൾ താഴത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വിടണേട്ടോ സംഭവം. ഇങ്ങനൊരു നമുക്ക് ആ ഒരു സ്റ്റെപ്പിൽ നമ്മൾ നേരെ ഇറങ്ങി വരും. ഇതൊക്കെ വുഡൻ ടൈപ്പ് സാധനങ്ങൾ കേട്ടാ. ഇത് കണ്ടോ
ഒരു രക്ഷയില്ല. നമ്മൾ നേരെ ഇറങ്ങി താഴത്തേക്ക് വന്നു കഴിയുമ്പോ ഇത് കണ്ടോ, ഇവിടെയാ പണ്ട് കുതിരലായെന്നൊക്കെ പറഞ്ഞ ഹോഴ്സിനൊക്കെ അവര് വെച്ചോണ്ടിരുന്നത് ഇവിടെയാണ്. ഇവിടെ അതുപോലെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ റാബോലെ ഉണ്ട്, ടാർച്ച് പോലെ. ഇതിന്റെ ഉള്ളിലായിരുന്നു. ഇപ്പൊ ഇവിടെ ടേബിളൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത് ഇവര്. ഇത് നിലമൊക്കെ കൊള്ളാട്ടാ, നിലമൊക്കെ നല്ല വുഡൻ പാനല്, ഡിഫറെന്റ് ടൈപ്പ് അല്ലേ. ഓരോ ഇതിൽ പോകുമ്പോ ഇത് കണ്ടോ ഇവിടുത്തെ വ്യൂ, ഒരു രക്ഷയില്ല വ്യൂ. ക്ലോസ്ഡ് ആണ് ഡോറ്. Wow, so amazing. പണ്ടത്തെ കാലത്ത് 1947 അതിന് മുമ്പൊക്കെ ഈ ഒരു സംഭവം പണിയാന്ന് പറയുമ്പോ നമ്മുടെ ഇന്ത്യൻസ് അത്ര റിച്ച് അല്ലേ, അപ്പൊ എന്തോ ഒരു സമ്പാദ്യം ഉണ്ടാവും ഇങ്ങനെ ഒരു സംഭവം. ഇത്രയും ആ കാലത്ത് ഇത്രയും വലിയൊരു സംഭവം പണിയുണ്ടെങ്കിൽ ഈ ഫുള്ള് വുഡാണ്. മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർട്ടിഫിഷ്യൽ എന്നല്ല, ഒറിജിനൽ മരം വെച്ചിട്ട് താഴത്തും മുകളിലൊക്കെ ഇവര് പണിതിരിക്കുന്നത്. എന്ത് രസാ കാണാന്നറിയോ, വിശ്വസിക്കാൻ പറ്റുന്നില്ല നമുക്കൊന്നും. ഇങ്ങനൊരു ഗുൽമാർഗിൽ ഇങ്ങനെ ഒരു പാലസ് ഉണ്ടെന്ന് പോലും ഞാൻ മുമ്പ് കേട്ടിട്ടില്ല. ഇപ്പൊ ഇവിടെ വന്നപ്പോ ഇവർ ഈ ലൊക്കേഷന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ മഹാരാജ പാലസ് എന്നുള്ളൊരു സംഭവം തന്നെ ഞാൻ അറിഞ്ഞത്. എന്ത് രസം, സ്നോ നടക്കുന്നത്. ഒരിക്കലെങ്കിലും ഇതെല്ലാം പോലത്തെ ഒരു കൊട്ടാരത്തിൽ നിൽക്കുകയാണെങ്കിൽ ഭയങ്കരമാണ് ഒരു ഭാഗ്യം. ഡിസൈൻ അടിപൊളിയല്ലേ. നിലത്തൊക്കെ ഫുള്ള് കാർപ്പറ്റ് ഒക്കെ ഫുള്ള് സെറ്റപ്പാണ്. ഈ കൊട്ടാരം കംപ്ലീറ്റ് കാർപ്പറ്റ് ഒക്കെ ഇട്ടിട്ട് സെറ്റപ്പാണ്. ഇത് കാണിച്ചേ, ഓ ടു ഗുഡ്. റൂമുകളുടെ ബഹളാണ്. നമുക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഇതിലെ കൂടി പോയിട്ട് നമ്മൾ ഏതിലെ കൂടിയാ വന്നേന്നുള്ളത്. ये मैम वो कोट वो टांगने का है. ഇത് നമ്മുടെ ഡ്രസ്സൊക്കെ തൂക്കിടുന്ന സംഭവമാണ്. പണ്ടത്തെ കാലത്ത് ഇതിന്റെ വെയിറ്റ് നല്ല ഹെവി വെയിറ്റ് ആണ്. ഇപ്പോഴത്തെ പോലെ വെറുതെ മറ്റേ ആർട്ടിഫിഷ്യൽമാർ ഉപയോഗിച്ചിട്ട് ചെയ്തതെന്നല്ല. ഇതിന്റെ നോക്കിയിട്ട് പണിത്തരങ്ങളല്ലേ പണ്ടത്തെ കാലത്ത് നോക്ക്. ഒട്ടൊരു ദിവസമെങ്കിലും ഇതേപോലത്തെ ഒരു സ്ഥലത്തൊക്കെ ഒന്ന് താമസിക്കണല്ല. അതിനും വേണം ഒരു യോഗ. ഒരു രക്ഷയില്ല സെറ്റപ്പ് കൊടുത്തത്. അങ്ങനെ നമ്മള് മഹാരാജ പാലസിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇറങ്ങുകയാണ്. സ്നോഫോള് ഒരു രക്ഷയില്ല. സ്നോഫോള് അല്ലേ, ഒരു രക്ഷയില്ല സ്നോഫോള്. ഇതൊക്കെ നമ്മളെ ലൈഫില് ഒരു പ്രാവശ്യം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുള്ളൂ. അടുത്ത ലൊക്കേഷനിലെത്തി. ഇതിന്റെ മുകളിൽ ഒരു അമ്പലമുണ്ട് ഗുൽമർഗിൽ, ഏറ്റവും ടോപ്പിലായിട്ടുള്ളത്. അപ്പൊ നമുക്കിനി അങ്ങോട്ടൊന്ന് പോയി നോക്കാം. കുതിരയുണ്ട്, നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. ഇതൊക്കെ ഓരോരോ കടകളും സംഭവങ്ങളൊക്കെയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് കയറിയിട്ട്
പെട്ടെന്ന് ഇറങ്ങാം, നല്ല സ്നോഫോൾ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ടോപ്പിലെത്തി. പണ്ട് കാലത്ത് കാശ്മീർ ഭരിച്ചിരുന്ന രാജാക്കന്മാർ പണിത് കൊടുത്ത അമ്പലങ്ങളുണ്ടാവില്ല, അതിലൊരു അമ്പലമാണിത്. ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ശരിക്കും നമുക്ക് നേരിട്ട് കാണുമ്പോഴാണ് നല്ല ഭംഗി തോന്നുന്നത്. ഈ ക്യാമറയിലെ കൂടി നമുക്ക് അത്രയും തോന്നില്ല. ഒന്നാമത് വൈകുന്നേരമായി, പിന്നെ സ്നോഫോള്, പിന്നെ ഫോഗ് ഒക്കെ കൂടി ആയപ്പോഴത്തേക്കും പിന്നെ ഇത് ഗോപ്രോയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ലോ ലൈറ്റ് വലിയ പെർഫോമൻസ് ഒന്നും ഇല്ലാത്തതാണ് ഗോപ്രോന്. അപ്പോൾ ഇത് മാക്സിമം ആണ് ഈ അവിടെ നിന്ന് കിട്ടിയ വിഷ്വലിൽ. എന്തായാലും അടിപൊളി ഒരു കാഴ്ചയാണ് കേട്ടോ. ശരിക്കും ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേര സമയങ്ങളിലൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ വീഡിയോഗ്രാഫിയൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിലും അതേപോലെ തന്നെ നല്ലൊരു വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ താഴോട്ടേക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ നമ്മുടെ മെയിൻ പാർക്കിങ്ങിലെത്തി. നമ്മൾ രാവിലെ എവിടെയാണോ വണ്ടിയിട്ട് പോയത് അവിടെ തന്നെ നമ്മളെത്തി. ഡ്രൈവർ ഇത്ര നേരം നമ്മളെ കാത്തിക്കാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ നമ്മൾ ശ്രീനഗറിലോട്ട് തന്നെ പോവാണ്. ഇപ്പോൾ ഒരുപാട് ലേറ്റായ സമയം, ഒരുപാട് ഇരുടായി. ഇനിയിപ്പോൾ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത ദിവസം കശ്മീരിലെ പുതിയ വിശേഷങ്ങളും കാഴ്ചകളായിട്ട് വരാം. സ്റ്റേ ട്യൂൺ ആൻഡ് താങ്ക് യു.